ഹലോ നമസ്കാരം. ഇന്നത്തെ 10:30 മാറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനലിലെ സ്റ്റോറി മീഡിയ അതാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒരു ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ നമുക്ക് കഥയ്ക്ക് വരാം. അപ്പോൾ നമ്മുടെ അനിയുടെ കൂടെയുള്ള കൂട്ടുകാരുമായിട്ട് ഇരിക്കണം. അപ്പോൾ ഒരുത്തം പുറത്തെന്തോ പോയിരിക്കുകയാണ് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്, അതായത് വെള്ളമടിക്കാനുള്ള പരിപാടിയാണ് അവന്മാർ. അപ്പോൾ എന്നിട്ട് അറിയടാ നീ ഒന്ന് അവളെ നന്ദുവിനെ ഒന്ന് വിളിക്കടാ എന്ന് പറയണം. അപ്പോൾ ഒരു കൂട്ടുകാരനോട്. അപ്പോൾ അവൻ പറയടാ നീ കാരണം ഇപ്പോൾ ഞങ്ങൾ ഫോൺ വിളിച്ചാൽ പോലും അവൾ ഫോൺ എടുക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് വിളിക്കുക അറിയടാ, ഒന്ന് വിളിക്കടാ എന്ന് പറയാൻ പറഞ്ഞു. ഒന്ന് വിളിക്കില്ല പ്ലീസ്, ഒന്ന് വിളിക്കടാ അറിയാൻ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ചെക്കിങ്ങിലാണ് നന്ദു. അപ്പോൾ എന്താടാ നോക്കിയപ്പോൾ നീ എവിടെ അറിയും, ഞാൻ കുറച്ച് തിരക്കില്ല ചെക്കിങ്ങിലാണ്, എന്താ അറിയും ഒന്നുമില്ല എന്ന് പറയുമ്പോഴേക്കും അനി തട്ടിപ്പറിച്ച് വാങ്ങാണ് ഫോണ്. അപ്പോഴേക്കും അനി അറിയും ഹലോ ഞാനാണ് എന്നറിയും. അപ്പോഴേക്കും നീ വെച്ചിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ അറിയടാ അവൾ ഫോൺ വെച്ചു എന്ന് പറയാനി. ഇതാ പറഞ്ഞത്, നീ വിളിക്കുമ്പോൾ നീ കാരണം ഇപ്പം ഞങ്ങളോടും കൂടി അവൾ സംസാരിക്കുന്നില്ല, ഞങ്ങളോടും കൂടി ദേഷ്യപ്പെട്ടിട്ടാണ് അവൾ സംസാരിക്കുന്നതെന്ന് പറയും. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറയാണ് അനി. അപ്പോഴേക്കും മറ്റേ പയ്യൻ എന്ത് ചെയ്യും, വെള്ളമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് വരും. അപ്പോൾ അവന് ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം കിട്ടിയിട്ട് ആ പൈസയും കൊണ്ട് അവന് മറ്റവനൊരു പാർട്ടി കൊടുത്തത്. പക്ഷേ ഇവൻ മദ്യം വാങ്ങാനാണ് പോയി എന്ന് പറഞ്ഞപ്പോൾ അനി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവനും വരും. അപ്പോൾ പറയും എടാ നീ പോകുന്നില്ലേക്കുമ്പോൾ എനിക്കും വേണടാ ഒരു പെഗ് എന്ന് പറയണ്ട അനി. അപ്പോൾ പറയടാ നീ കുടിക്കണം, നിൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് തന്നെ കുടിച്ചിട്ട് അന്ന് ആദർശേട്ടനും ചേച്ചിയും വന്നിട്ട് ഞങ്ങൾ ഒരുപാട് ചീത്ത പറഞ്ഞു പറയും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല, ഇത് എനിക്കിന്ന് കുടിക്കണം, എനിക്കിന്ന് കുടിച്ചേ പറ്റുള്ളൂ. എടാ നീ കുടിച്ചിട്ട് ഇതിലെന്ന് അവിടെ ചെക്കിങ് ഉണ്ടെന്ന് പറയും. എവിടെ ചെക്കിങ് അറിയുമ്പോൾ ഇന്ന സ്ഥലത്താണ് അവിടെ ചെക്കിങ് ഉണ്ടെന്ന് അറിയും കേട്ടോ. അപ്പോൾ പിന്നെ ഹരം കയറി അന്ന് എന്തായാലും കുടിച്ചിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനി വെള്ളം കൂടെ ചേർക്കണ്ട ഒരു അരമുക്കാൽ ഗ്ലാസ് മദ്യം ഒഴിച്ചിട്ട് അങ്ങനെ കുടിക്കുക. അപ്പോൾ പറയടാ നിങ്ങളൊക്കെ ഇതെങ്ങനെ കുടിക്കണം, ഇത്രയും വൃത്തികെട്ട സാധനം, ഇതിന് എന്തൊരു ആക്രാന്ത മനുഷ്യന് കുടിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളൊക്കെ ഇതെങ്ങനെയാണ് കുടിക്കണേ എന്ന് അനിങ്ങനെ ചോദിക്കാൻ പറയും. ഞങ്ങൾക്ക് ആക്രാന്തൊന്നുമില്ല, ഇന്നിപ്പോൾ ഇവൻ്റെ ജോലി കിട്ടിയിട്ട് ഇവന് ശമ്പളം കിട്ടിയ ദിവസമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോഴൊക്കെയാണ് നീയും വന്നത് എന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി ഞാൻ പോവുകയാണ് അറിയാം. അപ്പോൾ ഏട്ടാ നീ പോവല്ലേ, ഈ കണ്ടീഷനിൽ പോവല്ലേ എന്ന് പറയും. നീ അവിടെ ചെക്കിങ് ഇടും, നീ അവളെ മുന്നിലൊന്നും പോയി പെടല്ലേ എന്ന് പറയും. അപ്പോൾ പറയും പിന്നെ എന്താണ് അതൊന്നുമില്ല,